ആയിക്കോട്ടെ, വനംവകുപ്പിന് വണ്ടിയില്ലാത്തതുകൊണ്ട് ടാക്സി പിടിക്കും. അല്ല, അത് നിങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കണ്ട. നിങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കും. കെട്ടിടത്തിൽ ജീവിക്കുന്നത് ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരാണ്. അല്ല, നിങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അൻവർ ഒരു MLA ആണ്. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഇന്നലെ അറസ്റ്റ് ചെയ്ത പോലത്തെ ഒരു രീതി ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അത് അദ്ദേഹത്തിന്റെയും നിങ്ങളുടെയും ഭാഷയാണ്. കാരണം അദ്ദേഹത്തിന് പ്രകോപനപരമായി വർത്തമാനം പറഞ്ഞിട്ടേ ശീലമുള്ളൂ എന്ന് അറിയുന്നവരാണ്, എന്നെക്കാൾ അറിയുന്നവരാണ്, അനുഭവസ്ഥന്മാരാണ് നിങ്ങൾ. പ്രത്യേകിച്ച് നിലമ്പൂരുകാർ. സോറി, അതെ, നിലമ്പൂരുകാർ. മിനിസ്റ്റർ എന്താ വെച്ചാൽ നമ്മുടെ ഈ ആൾക്കാർ കൊല്ലപ്പെടുന്ന ആ സമയത്ത് നഷ്ടപരിഹാരം കൊടുത്ത് 2 ഗഡുക്കളായി 10 ലക്ഷം കൊടുക്കുന്നതിനപ്പുറം താങ്കൾ മിനിസ്റ്ററായ ശേഷം ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടൊരു സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ ആളുകൾ മരിക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുക എന്നതിനപ്പുറം വീണ്ടും വിലപ്പെട്ട ജീവൻ തടയാൻ ഈ വനം വകുപ്പും മന്ത്രിയും ഈ സർക്കാരും എന്ത് നടപടികളാണ് ഇതുവരെ ചെയ്യുന്നത്? അത് ആദ്യത്തെ വിഷയമല്ല. ഈ വിഷയം പ്രത്യേകമായിട്ട് എടുക്കുക. നമ്മൾ കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലം മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. അത് കൊല്ലപ്പെടുന്നതിനുള്ള തടയാനുള്ള നടപടികൾ വേണം. അത് ഒരൊറ്റ വാക്ക് പറയാം. 2016 മുതൽ 2024 വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങി വരുന്നുണ്ട് എന്ന ആശ്വാസം, സന്തോഷമല്ല, ആശ്വാസം, ചുരുങ്ങി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അത്തരമൊരു പ്രതിഷേധമല്ല ഇവിടെ കണ്ടത്. മറ്റു സ്ഥലത്ത് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ പ്രതിഷേധ സമരങ്ങളോട് വളരെ സൌഹാർദ്ദപൂർവമായ നിലപാട് ഞാൻ പറഞ്ഞു, സ്വാഭാവികമായ പ്രതിഷേധമാണ്. ഇവിടെ അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ പ്രതിഷേധമാണോ അല്ല? ഇവിടുത്തെ പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. എന്നാൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധിക്കില്ലേ? ഒരു ജനപ്രതിനിധിക്ക് ആ ഉത്തരവാദിത്വമില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? അല്ല, പ്രശ്നങ്ങൾ മറ്റു സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ MLA-മാർ, പ്രതിപക്ഷ MLA-മാർ തന്നെയുള്ള സ്ഥലമുണ്ടല്ലോ. അവരൊക്കെ എന്നെ വിളിച്ചു, കളക്ടറെ വിളിച്ചു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് ആലോചിച്ച് പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നവർ. തെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്ത ആ വോട്ടർമാര് കാട്ടാനകൾ അടക്കമുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഒരു ജനപ്രതിനിധി പ്രതികരിക്കുക അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുക സ്വാഭാവികമല്ലേ? അദ്ദേഹത്തിന് വോട്ട് ചെയ്ത അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾ വരെ അല്ല നിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ മിനിസ്റ്റർ ഇന്നലെ മിനിങ്ങാന്ന് രാത്രി 10:30 നടന്ന സംഭവം ഇന്നലെ എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം പൂർത്തി? ഇരിക്കട്ടെ, അതാ പറഞ്ഞു, മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ MLA-മാര് അവർക്ക് വോട്ട് ചെയ്തവർ തന്നെ. ഇവിടുത്തെ നിലമ്പൂരിലെ MLA-ക്ക് മാത്രമല്ല വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുള്ളത്. സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലെല്ലാം MLA-മാരുണ്ട്. അവരുടെ വോട്ടർമാരാണ്. അവരെന്താണ്, അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ന്യായമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ ശ്രമങ്ങൾ നടത്താൻ ഉത്തരവാദിത്വം MLA-ക്ക് ഇല്ല എന്നാണ് താങ്കളുടെ നിരീക്ഷണമെങ്കിൽ ദൌർഭാഗ്യകരം എന്ന് എനിക്ക് അനുഭവിച്ചു. ഉൾവനത്തിൽ താമസിക്കുന്ന ഏഷ്യയിലെ പ്രാർത്ഥന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ചോരനായ്ക്കര് അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു ടാക്സി ജീപ്പ് വിളിച്ച് അവരെ ഉൾവനത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും അനുഭവം. അല്ല, അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ അത് MLA-ക്ക് ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം കാണാലോ. നിങ്ങളിപ്പോ എന്റെ അല്ല അങ്ങനെയല്ല. അല്ല, ഉണ്ടാവാതിരിക്കാൻ ഇപ്പൊ ഇത് കാട്ടിന്റെ ഉള്ളിലാണ്. കാട്ടിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനമൊന്നും നടത്താൻ പറ്റില്ല. കാട്ടിന് പുറത്ത് അതിർത്തിയിൽ വനംവകുപ്പിന് സ്വന്തം വണ്ടിയില്ലാത്തതുകൊണ്ട് കരലായിന്ന് ടാക്സി. ആയിക്കോട്ടെ, വനംവകുപ്പിന് വണ്ടിയില്ലാത്തതുകൊണ്ട് ടാക്സി പിടിക്കും. വനംവകുപ്പിന് നിർമ്മിക്കാൻ കോടികളും. അല്ല, അത് നിങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കണ്ട. നിങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കും. കെട്ടിടത്തിൽ ജീവിക്കുന്നത് ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരാണ്. അല്ല, നിങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ആയിക്കോട്ടെ, അതൊക്കെ പരിശോധിച്ചോളാം. ശരി, ഇത് ഓഫീസിൽ പോയി അതെന്താന്ന് കണ്ട്, പിന്നെ പോലീസോ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഇല്ല, ഇപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ശ്രദ്ധയപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളത് പരിഗണിക്കണല്ലോ. അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് എന്റെ മനസ്സിൽ സൂക്ഷിച്ച് എന്താണ് ഉണ്ടോന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രി എന്നുള്ളത് എനിക്കുണ്ട്. ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അവഗണിക്കലല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞത് അവഗണിക്കാൻ പാടില്ല എന്നതാണ് എന്റെ നിലപാട്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നു.
മുമ്പ് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇത്തരത്തിൽ രാത്രി കയറി ഉള്ള ഒരു അറസ്റ്റൊന്നും നമ്മളെവിടെ കണ്ടിട്ടില്ല. ഇത്തരത്തിലൊരു അങ്ങനെ രാത്രി പോയി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെങ്കിൽ അത്തരത്തിൽ സമ്മാനം ഇപ്പോൾ നിയമസഭാ കയ്യാങ്കളി കേസ് മുതൽ ഒരുപാട് കേസുകളുണ്ട്. അതിലൊന്നും ഇത്തരത്തിലൊരു നയപരമായ തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ മാത്രം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്താണ്? ഈ രാത്രി വീട്ടിൽ ചെന്ന് പോലീസ് അല്ലാത്തോടൊപ്പം ശരിയാണ്, ഇതിലൊരു അസ്വാഭാവികത തോന്നാനിടയുണ്ട്. പക്ഷേ പോലീസിനെ അതിന് പ്രേരിപ്പിച്ച പശ്ചാത്തലം എന്താണെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചുമാണ്. അതിൽ കൈകടത്താനോ ഇടപെടാനോ എന്തായാലും ഗവൺമെന്റിന് വേണ്ടിയോ ഗവൺമെന്റിന് പക്ഷത്ത് നിൽക്കുന്നവരും ആരായാലും ഞങ്ങൾ ആരും ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിൽ വല്ല ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു? അത് അവരാണല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. അത് ഞങ്ങൾ അങ്ങോട്ടും ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. അത് പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ ഈ കേസിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ പോലീസ് സന്നാഹം രാഷ്ട്രീയ പിന്തുണ ഏറുന്നുണ്ട് ഒരു PV അൻവറിന്. അപ്പൊ UDFന്റെ ഭാഗത്തുനിന്നായാലും അത് സ്വാഭാവികമായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അത് എനിക്ക് ദയവായിട്ട് അവരോട് പറയാനുള്ളത് PV അൻവറിനെ മഹത്വവൽക്കരിക്കുന്ന മഹാത്മാഗാന്ധികളായി അവർ ദയവായി മാറുന്നത്. അത്ര എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ശരി.